കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. അല്ല, നീ ഇതെവിടെ പോയിരുന്നു എന്നോട് പറയാതെ? വീട്ടിൽ പോയിരുന്നോ? ഏയ് അല്ല, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. നിന്റെ മുഖത്ത് നല്ല വാട്ടമുണ്ടല്ലോ. അല്ല, നിന്നോട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ? എന്നെ എന്തെങ്കിലും പറഞ്ഞാലേ തിരിച്ചു പറയാനും എനിക്കറിയാം. കുടുംബകലഹം ഉണ്ടാക്കല്ലേ മോളെ. നമ്മുടെ കല്യാണത്തിന് നിനക്കൊരു കുട്ട നിറയെ സ്വർണവും പണവും ഒക്കെ കിട്ടുമെന്നായിരുന്നു അമ്മയുടെ വിചാരം. എടി, അത് കിട്ടാത്തതിന്റെ ഒരു ദേഷ്യം അമ്മയ്ക്കുണ്ട്. അങ്ങനൊരു ദേഷ്യം എനിക്കും ഉണ്ട്. എന്റെ സ്വർണത്തെയും പണത്തെയും മാത്രമാണോ മേഘയുടെ അമ്മ സ്നേഹിച്ചത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ സ്വർണവും പണവും കൊണ്ടുവന്നിട്ട് സ്വാതിയെ നല്ല നിലയിൽ കെട്ടിച്ചു വിടാനാ മേഘയുടെ അമ്മ ആഗ്രഹിച്ചത്. അത് നടക്കാതെ വന്നപ്പോ എന്നോട് നീരസം. അമ്മയെ നീ നോക്കണ്ട മോളെ. നീ സ്വർണവും പണവും കൊണ്ടുവന്നില്ലാന്ന് വെച്ച് നിന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല. എന്റെ മോളെ ഇനി അതോട്ട് വരാനും പോകുന്നില്ല. അതെനിക്ക് മനസ്സിലായടാ. ഈ പെൺവിഷയത്തില് പ്രശ്നക്കാരനാണെന്ന് കണ്ണേട്ടൻ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം എത്തിയെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. എന്താ മോളെ നീ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് പുറത്തുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, അതെന്താ നീ അങ്ങനെ പറഞ്ഞ? നീ പുറത്തു പോയപ്പോ ആരെങ്കിലും കണ്ടായിരുന്നോ? ഏയ് ഞാൻ ആരെയും കണ്ടില്ല. പിന്നെ അന്ന് മാനസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എന്റെ മൊബൈലിലേക്ക് ആരോ അയച്ചിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. മാനസ പേരൊക്കെ കൊള്ളാം. എന്റെ മോളെ ആ പേര് കാര്യം എനിക്ക് അറിയാത്ത പോലുമില്ല. ഇന്നത്തെ കാലത്ത് ഈ മൊബൈലൊക്കെ പുരോഗമിച്ചതുകൊണ്ട് ആടിനെ പട്ടിയാക്കാൻ വളരെ എളുപ്പമാ. നീ എന്നെ പട്ടിയല്ലടാ കഴുതിയാക്കിയിരിക്കുന്നെ. ഇന്ന് ഞാൻ കുറച്ച് ഫ്രീയാ, നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ? അല്ലെങ്കിലും ഫ്രീ അല്ലേ, എവിടെ വേണമെങ്കിലും പോവാലോ. ഇപ്പൊ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 24 മണിക്കൂറും എന്റെ ഭർത്താവ് ഫ്രീയാ. നീ എന്നെ കളിയാക്കിയതാണോ അല്ലേ? ഹേയ് ഒരിക്കലുമില്ല, ഒരു സത്യം പറഞ്ഞതാ. അത്യാവശ്യം അന്ന് ജോലി ചെയ്തപ്പോഴേ കുറച്ച് ബാങ്ക് ബാലൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പല രീതിയിലും. അതുകൊണ്ട് ജീവിക്കാൻ ഇനി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജോലിയും കൂലിയും ഇല്ലാതെ പൈസ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ട് നടന്നാ കുറച്ചു ദിവസം കഴിയുമ്പോ അതങ്ങ് തീരും. അതുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത മാർഗം കാണണം. ആ കണ്ണനെയും മഹാലക്ഷ്മിയും വേർപിരിക്കാതെ നമ്മുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ. മേഘേട്ടന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതല്ലേ, ഉള്ള കാശിന് നമുക്കൊരു വർക്ക്ഷോപ്പ് ഇട്ടൂടെ? ഞാൻ വർക്ക്ഷോപ്പ് ഇടാനോ? നീ എന്തൊക്കെയാടി പറയുന്നത്? ജീവിക്കണമെങ്കിൽ അതൊക്കെ വേണോന്നാ ഞാൻ പറഞ്ഞത്. വെറുതെ കണ്ണേട്ടന്റെ സ്വത്ത് മോഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് ശരി. ഇന്നലെ വരെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത്. അല്ല, എനിക്കിപ്പൊ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും വേർപിരിച്ച കണ്ണേട്ടന്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ പറ്റുമോ? കണ്ണേട്ടനെല്ലാം എനിക്ക് ഉണ്ണേട്ടനും കൂടെ എഴുതി തരുമോ? ഇടി, അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടൻ എല്ലാം തികഞ്ഞൊരു മനുഷ്യനാ. അരിക്ക് താഴോട്ട് തളർന്നു എന്നുള്ള കാര്യം ശരിയാ, പക്ഷെ മനസ്സ് തെളിഞ്ഞ മനസ്സാ. അപ്പൊ നീയും അവനെ പുകഴ്ത്താൻ തുടങ്ങിയോ? അല്ല മോളെ, എന്നു മുതൽ നിനക്ക് ഈ മാറ്റം ഉണ്ടായേ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. അച്ഛനും മോനും ആ കരുണയെടുത്തിയൊക്കെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് നടക്കുക. അതൊക്കെ നടക്കാത്ത സ്വപ്നമാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. എടി, നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാണ്ടല്ലോ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഒരു കുന്നോളം മോഹിച്ചാലേ ഇത്തിരിയെങ്കിലും നമുക്ക് കിട്ടൂ. അങ്ങനെ ഇത്തിരി കിട്ടണമെങ്കിൽ കണ്ണേട്ടന് മേഘേട്ടൻ മാറിയെന്ന് തോന്നണം. ഉണ്ണേട്ടന്റെ കാര്യം അങ്ങനെ തന്നെയാ. അല്ലെങ്കിൽ തന്നെ ആൾക്കാര് തല്ലിയും കൊന്നും ഉണ്ടാക്കുന്ന പണത്തിന്
നിലനിൽപ്പില്ല മേഘേട്ടാ. അത് നമുക്ക് മനസ്സമാധാനത്തോടെ അനുഭവിക്കാനും പറ്റില്ല. നിനക്കാരോ നല്ല ക്ലാസ് തന്നിട്ടുണ്ടല്ലോ. എനിക്കാരും ക്ലാസ് തരുന്നൊന്നുമില്ല. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. മേഘേട്ടന് അറിയാലോ, കണ്ണേട്ടന് പെങ്ങന്മാരില്ലാത്തതുകൊണ്ട് എന്നെ ജീവന തുല്യ കണ്ണേട്ടൻ സ്നേഹിച്ചത്. എന്റെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഞാൻ മുമ്പിൽ പോയി നിൽക്കേണ്ടി പോലും വന്നിട്ടില്ല. എല്ലാം അറിഞ്ഞ് കണ്ണേട്ടൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കാത്തിരുന്ന് കണ്ണേട്ടനൊരു കല്യാണം കഴിച്ചപ്പോ ഞാനും കണ്ണേട്ടന്റെ ശത്രുവായി. പക്ഷെ അന്ന് കണ്ണേട്ടൻ തന്ന സ്നേഹമൊന്നും ഇനി എനിക്ക് മറക്കാനും പറ്റില്ല. എന്ത് പറ്റിയവക്ക്? അമ്മയെ പറഞ്ഞു തിരുത്തണം. അമ്മ ഓരോ കുത്തുവാക്കുകൾ പറയുന്നോണ്ടാ ഇവൾക്കിങ്ങനെ ഒരു മാറ്റം.